അകന്നിരിക്കുന്നവരായാലും അടുത്തു വസിക്കുന്നവരായാലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ ഉത്സാഹിക്കുന്നു. എന്തെന്നാൽ നന്മയാകട്ടെ തിന്മയാകട്ടെ ഓരോരുത്തൻ ചെയ്തിട്ടുള്ളതിന് തന്റെ ശരീരത്തിൽ പ്രതിഫലം പ്രാപിക്കുവാനായി മിശിഹായുടെ ന്യായാസനത്തിന് മുമ്പാകെ നാം എല്ലാവരും നിൽക്കുവാനുള്ളവരാകുന്നു. ആകയാൽ നമ്മുടെ കർത്താവിനോടുള്ള ഭയം ഞങ്ങൾ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടവരാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ അടുക്കൽ സ്തുതിക്കുകയല്ല, മറിച്ച് ഹൃദയം കൊണ്ടല്ലാതെ മുഖം കൊണ്ട് പ്രശംസിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങളെപ്പറ്റി പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് അവസരം തരികയാകുന്നു ചെയ്യുന്നത്. ഞങ്ങൾ ഹീനന്മാരാകുന്നു എങ്കിൽ അത് ദൈവത്തിനും, ഞങ്ങൾ ക്രമപ്രകാരം ഇരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്കും വേണ്ടിയാകുന്നു. മിശിഹായുടെ സ്നേഹം ഇങ്ങനെ ചിന്തിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതായത്, ഒരുവൻ സകല മനുഷ്യരെയും പ്രതി മരിച്ചു, അതിനാൽ സകല മനുഷ്യരും മരിച്ചിരിക്കുന്നു. കൂടാതെ സകല മനുഷ്യരെയും പ്രതി ഒരുവൻ മരിച്ചത് ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങളെ പ്രതി മരിച്ച് ഉയർത്തുവിനു വേണ്ടി ജീവിക്കേണ്ടതിനാകുന്നു. ആകയാൽ ഇനിമേൽ ഞങ്ങൾ ആരെയും ശാരീരികമായി അറിയുന്നില്ല. മിശിഹായെ ശാരീരികമായി ഞങ്ങൾ അറിഞ്ഞുവെങ്കിലും ഇപ്പോൾ മുതൽ ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് മിശിഹായിലുള്ള ഏവനും പുതിയ സൃഷ്ടിയാകുന്നു. പഴയവ കഴിഞ്ഞുപോയി. മിശിഹ വഴി നമ്മെ തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ നമുക്ക് തരികയും ചെയ്ത ദൈവത്താൽ സകലവും പുത്തനായി തീർന്നിരിക്കുന്നു. മിശിഹ വഴി ലോകത്തെ തന്റെ മഹത്വത്തോട് രമ്യതപ്പെടുത്തുകയും മനുഷ്യപാപങ്ങൾ അവർക്കെതിരായി പരിഗണിക്കാതിരിക്കുകയും രമ്യതയുടെ വചനം ഞങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തത് ദൈവമാകുന്നു. ആകയാൽ ഞങ്ങൾ മിശിഹായ്ക്ക് വേണ്ടിയുള്ള പ്രതിപുരുഷന്മാരാകുന്നു. ദൈവം ഞങ്ങൾ വഴി നിങ്ങളോട് അഭ്യർത്ഥിച്ചാൽ എന്ന പോലെ ദൈവത്തോട് രമ്യതപ്പെടുവിനെന്ന് മിശിഹായ്ക്ക് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്തെന്നാൽ പാപമറിഞ്ഞിട്ടില്ലാതിരുന്നവനെ നാം അവൻ മൂലം ദൈവത്തിന്റെ നീതിയായി തീരുവാൻ നിങ്ങളെക്കുറിച്ച് അവൻ പാപമാക്കി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിന്നോടുകൂടെ സഹിക്കുന്നവരെ നിന്നോടുകൂടെ വാഴുവാൻ അനുവദിക്കുന്ന കർത്താവേ, ജീവിതത്തിൽ നിന്റെ കൽപ്പനകൾ വിട്ട് വിശാലമായ മാർഗം തേടിപ്പോയ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരരുടെയും തെറ്റുകൾ പൊറുക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ.